വിജേഷേ. ആ രമേശ് ചേട്ടാ, ഇന്നലെയല്ലേ 40? ആ ഇന്നലെ അമ്മേനെ തിരുനെല്ലി കൊണ്ടാക്കി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് വരാൻ രാത്രിയായി. എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ വേറെ ബൈക്കായിപ്പോയി. കുഴപ്പമില്ല. ശാരദ ടീച്ചർ നമുക്കെല്ലാം അമ്മേനെ പോലെ തന്നെയായിരുന്നു. പിന്നെ നിങ്ങളെ മക്കളെ കാര്യം പറയണ്ടല്ലോ. അല്ല, രേഷിനെടുത്തു, ഓന് പ്രശ്നമൊന്നുമില്ലല്ലോ? ഓനെ പിന്നെ കുറേ കാലമായിട്ട് ഓനും അമ്മയും മാത്രമല്ലേ ഈ വീട്ടിലുള്ളൂ. അമ്മേൻ്റെ കാര്യങ്ങളെല്ലാം ഓനല്ലേ നോക്കിയേ. അമ്മ പോയതിന് ശേഷം ഓൻ എന്തെല്ലോ പോലത്തെ ഒരു കളിയാണ്, ഒരു തിരിപാടില്ലാത്ത അവസ്ഥ. രമേശേട്ടാ, നിങ്ങൾ പോകുന്നതിന് മുമ്പിൽ ഓനോടൊന്ന് സംസാരിക്കണേ. രേഷ. ആ രമേശേട്ടാ, ഞാൻ ഈ ഓലയല്ലേ ഒന്ന് ഭാര്യ വെക്കലേനോ. മഴ എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തേച്ച് നനയും. അമ്മയുള്ളവരെ ഇതൊന്നും അറിയണ്ടല്ലോ. നീ ഭക്ഷണം ഒന്നും കഴിച്ചിനാ? ആ ഞാൻ കഞ്ഞി കുടിച്ച്. സമയത്രയായി? ആ നിങ്ങൾ അങ്ങനെ കഴിച്ചേ? രേഷ, നിനക്ക് വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ ഇങ്ങനത്തെ പ്രശ്നമെല്ലാം വരുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് പൊരുത്തപ്പെടണ്ടേ. ഏതും ചേതല എടാ. അതൊന്നും കുഴപ്പമില്ല ചേട്ടാ. ഞാനായാലും നിങ്ങളായാലും ഒരു ദിവസം മരിക്കണ്ടല്ലേ, അതല്ലേ സത്യമോ. പിന്നെ എൻ്റെ അമ്മ അധികം കടന്നു പോയിട്ടൊന്നുമില്ലല്ലോ, അതന്നെ ഒരു സമാധാനമോ. എന്നാൽ കുഴപ്പമൊന്നുമില്ലടാ. എൻ്റെ അമ്മ എനിക്ക് 7 വയസ്സുള്ളവരും മരിച്ച. അന്നേരം എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് തിന്നിട്ടില്ലേ. ഞാൻ എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ ഭയങ്കര ആക്റ്റീവാണ്, എല്ലാം ചെയ്യും. പക്ഷെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും, എനിക്ക് ഉറങ്ങാൻ പറ്റില്ലേ. അങ്ങനെ എത്രയോ രാത്രി ഞാൻ കരഞ്ഞിട്ട് നേരം പൊളിപ്പിച്ചിട്ടുണ്ട്, മാസങ്ങളോളം. നിനക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ, അതന്നെ വലിയൊരു സമാധാനമല്ലേ. എന്നിട്ട് അതെങ്ങനെയാ മാറിയേ?